بسم الله الرحمن الرحيم. السلام عليكم. യു പണ്ഡിതനും മഹല്ല ഖതീബുമായ ഉസ്താദ് മുബശ്ശിർ അസ്ലമിയുടെ പണ്ഡിതോജ്വലമായ പ്രഭാഷണങ്ങളും ഇമ്പമാർന്ന മജ്‌ലിസ് നൂറും ദുആ സദത്തുപള്ളി യൂട്യൂബ് ചാനലിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 6 മണിക്ക് ചാനൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ദീനീ ദഅ്വ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا وحبيبنا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد، فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. وقال سيدنا وحبيبنا محمد رسول الله صلى الله عليه وسلم: لست كأحد منكم إن ربي يطعمني ويسقين. لا إله إلا الله لاح نورها لمن لا إلى غير سواه، لا عيال لا علال. أنت شمس أنت بدر أنت نور فوق نور، أنت إكسير وغالي، أنت مصباح الصدور. حسبي ربي جل الله ما في قلبي غير الله، نور محمد صلى الله حق لا إله إلا الله. പുത്തൻ പ്രസൂരൻ പ്രഭാസമാനൻ മുത്ത് നബിയുടെ കീർത്തനങ്ങൾ ആർത്തു നീ പാടുക, വാനവർ പാടുന്നു സർവദാ സർവദാ സർവതേടും. വരമു യാ ഉമ്മത്ത് സയ്യിദനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദുദ്യമം സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
ജീവിതയാത്രയിൽ ഈ സമയം വരെ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹുവിൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് അഫ്വ ചെയ്ത് അവൻ്റെ മഗ്ഫൂരിയങ്ങളിൽ മുത്തഖീങ്ങളിൽ ഫായിസീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി മരണവും ഖബറും മഹ്ശറും ഒക്കെ സന്തോഷത്തിൻ്റെ ഇടങ്ങളായി ഭവിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിന് വല്ലാത്ത കുളിര് നൽകുകയും മനസ്സിന് സന്തോഷം നൽകുകയും ആത്മാവിന് ആനന്ദം നൽകുകയും ചെയ്യുന്ന വിശുദ്ധമായ റബീഉ എന്ന വസന്തത്തിൻ്റെ കാലമാണ് സമാഗതമാകുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ തന്നെ കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയലും പാടലും പ്രശംസിക്കലും അവിടുത്തെ മൗലിദ് ചൊല്ലലും മദ്ഹ് പറയലും ഒക്കെ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ സബബാണ്, നിദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും വിശ്വസിക്കുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. മനുഷ്യരെന്ന് മാത്രമല്ല, വിശ്വാസികളെന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുത്തുനബി അസാധാരണ മനുഷ്യനാണ് എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഈ ലോകത്ത് സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടിപ്പ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാണ്. അവ്വലു ഖൽഖില്ല, അല്ലാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക, ആ മുത്തുനബിയുടെ നൂറിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകത്തെ മറ്റെല്ലാ മലക്കുകളെയും അല്ലാഹു പടച്ചത്. ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ മലക്കുകളെയും അല്ലാഹു പടച്ചത്, സൃഷ്ടിച്ചത് മിൻ നൂരിഹി, മുത്തുനബിയുടെ പ്രകാശത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആരാണ്, എത്രയാണ് ആ ഹബീബിനുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ശാരീരിക ശക്തി തന്നെ മറ്റുള്ളവരുടെ ശക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. മുത്തുനബിയുടെ ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാം. അവിടുത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ ആരോഗ്യവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തന്നെ പറയുന്നതായിട്ട് കാണാം, റസൂലുള്ളാഹി തങ്ങൾക്ക് 4000 മനുഷ്യരുടെ ആരോഗ്യമുള്ള 4000 പേരുടെ ആരോഗ്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒരൊറ്റ വ്യക്തിക്ക്. എത്രയായിരിക്കും? അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പതിവായിരുന്നു തുടർച്ചയായി നോമ്പെടുക്കുക. രാവും പകലും വിസ്വാരി ചെയ്യുക എന്നത് മുത്തുനബിയുടെ ശീലമായിരുന്നു. അഥവാ വൈകുന്നേരം മഗ്രിബിന്റെ ബാങ്ക് കൊടുത്താൽ നോമ്പ് മുറിക്കാതെ, അത്താഴത്തിന്റെ സമയമാകുമ്പോൾ അത്താഴം കഴിക്കാതെ, അത്താഴവുമില്ല നോമ്പ് തുറയുമില്ല, ഇങ്ങനെ രാത്രിയും പകലും ഭക്ഷണമില്ലാതെ തുടർച്ചയായി അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചില സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അഫലാ നൂസുലു, അങ്ങ് എടുക്കുന്നത് പോലെ ഞങ്ങളും നോമ്പെടുക്കട്ടെയോ? ഇത് വലിയ പ്രതിഫലമുള്ള കാര്യമല്ലേ? അങ്ങ് തുടർച്ചയായി നോമ്പെടുക്കുന്നുണ്ടല്ലോ, രാത്രിയും പകലും ഭക്ഷണമില്ലാതെ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ വിസ്വാരാക്കി ഞങ്ങളും എടുക്കട്ടെയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പാടില്ലല്ല, അങ്ങനെ നിങ്ങൾ നോമ്പെടുക്കരുത്. കാരണം ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളെപ്പോലെ ഒരാളെയല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയല്ല. ഇന്ന റബ്ബി യുത്ഇമുനി വയുസ്ഖീൻ,
എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എൻ്റെ റബ്ബ് എനിക്ക് വെള്ളം നൽകുന്നുണ്ട്. നിങ്ങൾ രാവും പകലും ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണവും തളർച്ചയും ഉണ്ടാകും. എന്നാൽ ഞാൻ രാത്രിയിലും പകലിലും ഭക്ഷണം കഴിക്കാതിരുന്നാലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നമാ യുത്ഇമുനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എൻ്റെ അല്ലാഹു എനിക്ക് വെള്ളം നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ പോലെ അനുകരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാലാക്കി നോമ്പെടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്. നബിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രത്യേകതയാണത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എല്ലാത്തിലും വ്യത്യസ്തനാണ്. അവിടുത്തെ ജീവിതം, അവിടുത്തെ ശരീരം, അവിടുത്തെ ആരോഗ്യം എല്ലാം തീർത്തും വ്യത്യസ്തമാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് മുത്തനബി ഒരിക്കൽ പറഞ്ഞു, കഅബയുടെ മുകളിൽ കുറെ ബിംബങ്ങളുണ്ട്, കഅബാലയത്തിന്റെ മുകളിൽ. നീ കഅബയുടെ മുകളിൽ കയറിയിട്ട് ആ ബിംബങ്ങളൊക്കെ ഒന്ന് എടുത്ത് നീക്ക്, അതൊക്കെ അവിടുന്ന് ഒഴിവാക്കി അവിടെ ശുദ്ധിയാക്കാൻ വേണ്ടി പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം കഅബയുടെ മുകളിൽ കയറാനില്ലേ കൽപ്പന. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ കഅബയോട് ചേർന്ന് നിന്നു തരാം. മുകളിലേക്ക് കയറാനുള്ള ലാഡറോ കോണിയോ ഒന്നുമില്ല. അപ്പൊ ഞാൻ കഅബയിലേക്ക് ചേർന്ന് നിന്നു തരാം, നിങ്ങൾ എൻ്റെ ചുമരിൽ ചവിട്ടി കഅബയുടെ മുകളിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. നബി അങ്ങനെ പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ഇല്ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, ഞാൻ അങ്ങയുടെ തോളിൽ ഞാൻ ചവിട്ടുകയില്ല. പാപം നിറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന എൻ്റെ പാദങ്ങളെ കൊണ്ട്, എൻ്റെ കാലുകളെ കൊണ്ട് നുബുവത്തിന്റെ മുശറഫായ അങ്ങയുടെ തോളിലേക്ക് ചവിട്ടാൻ എനിക്ക് സാധിക്കുകയില്ല. എനിക്ക് അങ്ങയുടെ തോളിൽ ചവിട്ടി മുകളിലേക്ക് കയറാൻ സാധിക്കില്ല. എൻ്റെ കാലിൻ്റെ അടിയിൽ അങ്ങയുടെ തോളും ശരീരവും വരുന്നത് എനിക്ക് താങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ കഅബയോട് ചേർന്ന് നിൽക്കാം, അങ്ങ് എൻ്റെ ചുമരിൽ കയറൂ, എന്നിട്ട് അങ്ങ് മുകളിലേക്ക് കയറിക്കൊണ്ട് അങ്ങ് ആ ബിംബങ്ങളെ എടുത്തു നീക്കം ചെയ്യൂ. എത്രയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ആദരവ് എത്രയാണ്! അവിടുന്ന് പറഞ്ഞു, അങ്ങയുടെ ശരീരത്തിൽ ചവിട്ടാൻ എനിക്ക് സാധ്യമല്ല. വൻസുബ് ഇലാ ദാതിഹി മാ ശഅത മിൻ ശറഫിഹി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശഅത മിൻ ഇളമി. അങ്ങയുടെ പവിത്രമായ സുന്ദരമായ അല്ലാഹുവിന്റെ മലായികതീങ്ങൾ ചിറക് വിരിച്ചു തരുന്ന അങ്ങയുടെ ശരീരത്തിൽ ചവിട്ടാൻ സാധുവായ അലി ഇബ്നു അബീ ത്വാലിബിന് സാധ്യമല്ല. നബി തങ്ങൾ വീണ്ടും വീണ്ടും നിർബന്ധിപ്പിച്ചു. അലിയാര് തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ, അങ്ങയുടെ ചുമലിൽ ഞാൻ കയറുകയില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ചുമലിൽ കയറാൻ ഒരുങ്ങുകയാണ്. പറഞ്ഞു, അലിയെ, നിങ്ങൾക്ക് എന്നെ താങ്ങാൻ കഴിയൂല, ഞാൻ വെയിറ്റ് കൂടുതലാണ്. അലി എന്ന് പറഞ്ഞു, സാരമില്ല, അങ്ങ് കയറും. അങ്ങനെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയോട് ചേർന്ന് നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ആരോഗ്യ ദൃഢഗാത്രനായ വലിയ മല്ലനായ അലിയാരെ തങ്ങളുടെ തോളിലേക്ക് പുണ്യനബി കയറാൻ വേണ്ടി അലിയാര് തങ്ങളുടെ രണ്ട് തോളിലും റസൂലുള്ളാഹി തങ്ങൾ ഒന്ന് കൈ അമർത്തി. രണ്ട് തോളിലും വെറുതെ ഇങ്ങനെ കൈ അമർത്തി. ഫറഫഅഹു, എന്നിട്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറാൻ വേണ്ടി അങ്ങോട്ട് ഉയരുകയാണ്. ഫഖറൽ ഇസ്താ, പുണ്യനബി അങ്ങോട്ട് കൈ ഉയർത്തിക്കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ തോളിലൊന്ന് അമർത്തേണ്ട താമസം അലിയാര് തങ്ങൾ നിൽക്കുന്ന അലിയാര് തങ്ങൾ അവിടെ ഇരുന്നു പോവുകയാണ്. പുണ്യനബിയുടെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ ഇരുന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് തന്നെ പിന്മാറുന്നു. താങ്ങാൻ കഴിയുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എത്ര വലിയ മല്ലനാണ്,
എത്ര വലിയ ധീരനാണ്, ആരോഗ്യമുള്ള ആളാണ്. ഖൈബർ യുദ്ധത്തിലേക്ക് പോയ സമയത്തല്ലേ, യുദ്ധം നടത്തുന്ന സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിച പൊട്ടിപ്പോയപ്പോൾ, ശത്രുക്കളെ എതിർക്കാൻ പരിചയില്ലാതെ വന്നപ്പോൾ, ഖൈബർ കോട്ടയുടെ വാതിൽ, ആ വലിയ ഇരുമ്പിന്റെ വാതിൽ തൻ്റെ ഒരൊറ്റ കൈകൊണ്ട് പിടിച്ചു വലിച്ച് ഖൈബർ കോട്ടയുടെ വാതിലിനെ പരിചയാക്കിയ ആളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ, എൻ്റെ ഉമ്മ എനിക്ക് പുലിക്കുട്ടി എന്ന് പേര് വെച്ചതാണ്, ഹൈദർ എന്ന് പേര് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖൈബറിന്റെ കോട്ടയുടെ വാതിൽ തന്റെ കയ്യിൽ പിടിച്ചു. ആ കോട്ട വാതിൽ യുദ്ധം കഴിഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിരത്തുപേക്ഷിച്ചിരുന്നു. ആ അലിയാരി തങ്ങൾ നിരത്തിട്ട് പോയ കോട്ടയുടെ വാതിൽ അവിടുന്ന് ഉയർത്താൻ വേണ്ടി 70 സ്വഹാബികൾ കൂടിയിട്ടാണ് അത് ഉയർത്തിയത്. അത്രക്ക് വെയിറ്റുള്ള ഖൈബർ കോട്ടയുടെ വാതിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഒറ്റ കൈ കൊണ്ട് ഉയർത്തി. അപ്പൊ അത്രയും വലിയ ശക്തനാണ് അലിയാരി തങ്ങൾ. ആ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ തോളിൽ റസൂലുള്ളാഹി വന്ന് അമർത്തിയപ്പോൾ ഇരുന്നു പോയി, വെയിറ്റ് താങ്ങാൻ കഴിഞ്ഞില്ല. അത്രക്ക് വലിയ ശക്തനാണ് പുണ്യനബി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലൗ അന്ന റബീഅതൻ വ മുദറൻ ജഹദു അൻ യഹ്മിലു മിന്നി ബിദഅതൻ വ അന ഹയ്യുൻ മാ ഖദറൂ. പ്രിയപ്പെട്ട അലിയെ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ ശരീരത്തെ ഉയർത്താൻ വേണ്ടി റബീയ ഗോത്രക്കാരും മുദർ ഗോത്രക്കാരും എന്ന് വേണ്ട മദീനയിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഉയർത്താൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് സാധ്യമല്ല. അത്രയും വലിയ ഭാരമാണ്, കരുത്താണ് എനിക്കുള്ളത് എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ആരോഗ്യവാനാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ആരോഗ്യമല്ല, ശക്തനാണ് ഹബീബായ നബി തങ്ങൾ. അങ്ങനെ അലിയാര് തങ്ങൾ പറയുന്നു, പിന്നെ ഞാൻ റസൂലുള്ളാഹിയുടെ തോളത്ത് തന്നെ കയറി, നബിയുടെ തോളത്ത് കയറി ഞാൻ കഅബയുടെ മുകളിലുള്ള എല്ലാ ബിംബങ്ങളെയും എടുത്തു നീക്കി. എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു എന്നോട്, മാ തറാ യാ അലിയുൻ, അലിയെ നിങ്ങൾ എന്താണ് ഇവിടെ കണ്ടത്? കഅബയുടെ മുകളിലേക്ക് എൻ്റെ തോളത്ത് കയറിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, അറാ ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ശറഫനി ബൽ ഹത്താ അന്നി ലൗ അറദ്തു അൻ അമുസ്സ സമാഅ ലമസ്സത്ഹാ. അങ്ങയുടെ തോളിലിരുന്ന് കഅബയുടെ മുകളിലേക്ക് കയറിയപ്പോൾ ആകാശം എന്റെ കൈകൊണ്ട് ഞാനൊന്ന് തൊടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സാധിക്കുമായിരുന്നു. അത്രയും ഉയരത്തിലേക്ക് ഞാൻ ഉയർന്നതായി എനിക്ക് തോന്നുകയുണ്ടായി. എന്റെ കൈ ഒന്ന് നീട്ടിയാൽ ആകാശത്തെ തൊടാൻ എനിക്ക് കഴിയുമായിരുന്നു. അത്രയും ഉയരത്തിലേക്ക് പോയതായി എനിക്ക് തോന്നിയെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു. ثم خرج النبي صلى الله عليه وسلم من تحت علي وترك رجليه. ഇത് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ തന്റെ തോളിൽ നിന്നും റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങ് മാറി നിൽക്കുകയാണ്. അലിയാർ തങ്ങൾ ഇങ്ങനെ ഉയരത്തിൽ നിൽക്കുകയാണ്. റസൂലുള്ളാഹി തോൾ ഇങ്ങോട്ട് വലിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കഅബയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തോൾ വലിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കാലിൽ നിന്ന് മുത്തുനബി തോൾ വലിച്ചപ്പോൾ സഖതൽ അർളി, മുകളിൽ നിന്ന് അലിയാർ തങ്ങൾ താഴേക്ക് വീഴുകയാണ്. ഫളഹിക അലിയുൻ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഈ രംഗം കണ്ടപ്പോൾ ചിരിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് അലിയെ നിങ്ങൾ ചിരിക്കുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, സഖത്തു മിൻ അഇലൽ കഅബതി ഫമാ അസ്വബനി ഷൈആ. ഞാൻ കഅബയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, പക്ഷെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഒരു പ്രയാസവും ഉണ്ടായില്ലല്ലോ. അതോർത്ത് ചിരിച്ചതാണ്. പുണ്യനബി അലിയാർ തങ്ങളോട് മറുപടി പറഞ്ഞു, കൈഫ യുസീബുക, എങ്ങനെയാണ് നിങ്ങൾക്ക് പരിക്ക് പറ്റുക? നിങ്ങളെ ചുമന്നു നിന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിന്റെ ഇഷ്ടഭാജനം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പ്രവാചകനായ ഞാനല്ലയോ? വഅൻസലക ജിബ്രീൽ, ഞാൻ തോട് വലിച്ചപ്പോൾ നിങ്ങളെ തായോട്ട് ഇറക്കി വെച്ചത്
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലയോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പരിക്ക് പറ്റാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഭാഗ്യമാണ് നോക്ക്. റസൂലുള്ളാഹി തങ്ങളുടെ തോളത്ത് കയറാൻ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്തു. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി തങ്ങളുടെ ശാരീരിക ശക്തി മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. 4000 ആരോഗ്യമുള്ള പുരുഷന്മാരുടെ ആരോഗ്യമാണ്, ശക്തിയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ എന്ന ഒറ്റ വ്യക്തിക്കുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ശാരീരിക ശക്തിയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, എല്ലാത്തിലും വ്യത്യസ്തനാണ്. كان النبي صلى الله عليه وسلم أحسن الناس وكان أجود الناس وكان أشجع الناس. നബി ജനങ്ങളിൽ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, ജനങ്ങളിൽ നല്ല വ്യക്തിയായിരുന്നു, നല്ല ധർമ്മിഷ്ഠനായിരുന്നു, നല്ല ധീരനുമായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം റുക്കാന റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല. ആദ്യ സമയത്ത് വിശ്വസിക്കാത്ത അദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം വലിയ മൽപിടുത്തക്കാരനാണ്. മാ സ്വറഅഹു അഹദുൻ അലാ വജ്ഹിൽ അർള്, ഭൂമിയിൽ എന്നെ മൽപിടുത്തത്തിൽ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല, ഗുസ്തിയിൽ എന്നെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന വലിയ ഗുസ്തിക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നു എന്നെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ഭയങ്കര ധീരനും നല്ല മല്ലനുമായിരുന്നു. അങ്ങനെ മുത്തുനബി ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 300 ആളുകളെയൊക്കെ പിന്നെ അദ്ദേഹം മൽപിടുത്തത്തിലൂടെ തോൽപ്പിക്കുമായിരുന്നു, അത്രയ്ക്ക് ശക്തനായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് പറഞ്ഞു ഫഖാല ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കാനയെ കണ്ടപ്പോൾ ചോദിച്ചു, യാ റുക്കാന അലാ തത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? വതഖബ്ബല മാ അദ്ഉ ലക ഇലൈഹി, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന വിശുദ്ധ ദീനിനെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലയോ? നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നില്ല, എങ്ങനെ നിന്നാ മതിയോ? ആ മനുഷ്യൻ റുക്കാന പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം, പക്ഷേ എന്നോട് മൽപിടുത്തം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. എന്നോട് മൽപിടുത്തം നടത്തി എന്നെ തോൽപ്പിക്കണം, എന്നാ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് മാത്രമല്ല, എൻ്റെ ഒട്ടകത്തിൽ നിന്ന് 100 ഒട്ടകത്തെ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുകയാണ്. ഫഖാമ ഇലൈഹി റുക്കാന, നബിയുടെ അരികിലേക്ക് റുക്കാന വരുന്നു. എത്രയോ ആളുകളെ എല്ലാ ദിവസവും മൽപിടുത്തത്തിലൂടെ മലർത്തിയടിക്കുന്ന റുക്കാന നബി തങ്ങളുടെ അരികിലേക്ക് മൽപിടുത്തത്തിന് വേണ്ടി കടന്നു വന്നപ്പോഴേക്കും ആ റുക്കാനയെ നബി റുക്കാനയെ മലർത്തിയടിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ പുണ്യനബി റുക്കാനയെ മലർത്തിയടിക്കുന്നു. ഫഖാല, അങ്ങനെ ഒന്നാമത്തെ മൽപിടുത്തത്തിൽ പരാജയപ്പെട്ടപ്പോൾ റുക്കാന വല്ലാതെ ഇളിഭ്യനായി, പരിഹാസ്യനായി. പുണ്യനബിയോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഒന്നുകൂടെ നമുക്ക് ശ്രമിക്കാം. രണ്ടാമതും പിടിച്ചു പരാജയപ്പെട്ടു, മൂന്നാമതും പിടിച്ചു പരാജയപ്പെട്ടു, 3 തവണ പരാജയപ്പെട്ടു. 300 ഒട്ടകങ്ങൾ നബിതങ്ങൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ ലൽ അജബു നസ്റുനി ഫസറഹു 3 മറവാത്. 3 തവണ എന്നോട് മൽപിടുത്തം നടത്തി നിങ്ങൾ വിജയിച്ചിരിക്കുന്നത് അത്ഭുതം തന്നെയാണ്, ഇത് അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പ് ഈ സമയം വരെ എന്നെ മൽപിടുത്തത്തിലൂടെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഫഖാമ അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറദ്ദ അലൈഹി വനഹു.
റസൂലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ സ്വീകരിക്കുകയും അദ്ദേഹം കൊടുത്തതൊക്കെ തിരികെ നൽകുകയും ചെയ്തു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ശക്തിയുടെ കാര്യത്തിൽ പുണ്യനബി അസാധാരണ മനുഷ്യനായിരുന്നു. 4000 ആളുകളുടെ ആരോഗ്യം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് പുണ്യനബി എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ഭാഗത്ത് പറഞ്ഞല്ലോ, ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലൈ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ നിങ്ങളെപ്പോലെ. ഇന്നമാ അന ബശറും മിസ്ലുകും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുക, അള്ളാഹുവിനെ വിശ്വസിക്കുക. 4000 ആളുകളുടെ ശാരീരിക ബലമുള്ള, അത്രമേൽ മുദറും ഗോത്രക്കാരും കനാൻ ഗോത്രക്കാരും ഏത് ഗോത്രക്കാരും ഒന്നിച്ചു വന്നാലും തകർക്കാൻ കഴിയാത്ത ആരോഗ്യം അള്ളാഹു നൽകിയ ആളായിരുന്നു. റസൂലുള്ളാഹിയുടെ ശക്തിയിലായാലും സൗന്ദര്യത്തിലായാലും പുണ്യനബിയുടെ സ്വഭാവത്തിലായാലും എല്ലാ വിഷയത്തിലും പുണ്യനബി തങ്ങൾ വലം യുദാനുഹു മിൻ ഇൽമിൻ വലാ കറമി, എല്ലാ നബിമാരിൽ നിന്നും ഉന്നതനാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഫീ ഖൽഖിൻ വഫീ ഖുലുഖി ഖൽഖിൻ, സൃഷ്ടിപ്പിൽ ശരീരത്തിൽ തന്നെ റസൂലുള്ളാഹി വ്യത്യസ്തനാണ്. വഫീ ഖുലുഖി, അതുപോലെ സ്വഭാവത്തിലും വ്യത്യസ്തനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ റബീഅ എന്ന വസന്തം വരുന്ന സമയത്ത് മുത്തുനബിയുടെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ കബൂൽ ചെയ്യണേ. അല്ലാഹു ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വലാത്ത് പരമാവധി വർദ്ധിപ്പിക്കണം. റബീഉൽ 12 ആകുന്നതിന് മുമ്പ് പരമാവധി സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി റബ്ബിലേക്ക് അടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودبائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. റഹ്മാൻ റഹീമുമായ അല്ലാഹ്, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ ഖൈറായ അമാലുകൾ ഞങ്ങൾ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വന്നുപോയ ഒരുപാട് തിന്മകൾ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. എത്രയോ ഹറാമുകൾ ചെയ്ത പാപികളാണ്, നിങ്ങൾ മാപ്പ് നൽകണേ അല്ലാഹ്. ഇനിയുള്ള കാലം അത്രയും നിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ ഈമാന്റെ നൂറാനിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹയാത്തിലും മമാത്തിലും ഖബറിലും മഹ്ശറിലും മീസാനിലും കമാലിയത്തുള്ള ഈമാന്റെ നൂറ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, സോറിയാസിസ്, വെരിക്കോസ്, കാലുവേദന, കൈവേദന, തരിപ്പ്, കടച്ചില്, ബാലൻസിന്റെ അസുഖം, പല നിരക്കുള്ള പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബനാ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. താങ്ങാനാകാത്ത മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ പോലുള്ള പ്രയാസകരമായ അസുഖങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാഹ്. മാസങ്ങളോളം തളർന്ന് കിടക്കേണ്ട രോഗങ്ങൾ തരരുതേ അല്ലാഹ്. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കീറി മുറിക്കേണ്ടി വരുന്ന
അസുഖങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിന്റെ പ്രതീക്ഷ മക്കളാണ്, അവരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. 5 വഖത്ത് നിസ്കരിക്കുന്ന ഈമാനുള്ള തഖ്വയുള്ള വറവുള്ള മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജോലികൾ, കച്ചവടങ്ങൾ, ഏർപ്പാടുകൾ, ബിസിനസ്സുകൾ എല്ലാത്തിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ഒട്ടനവധി ആളുകളുടെ, പ്രത്യേകിച്ച് ഷാർജയിലുള്ള സഹോദരി, അവര് രോഗം കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ ശിഫ കൊടുക്കണേ അല്ലാഹ്. അവരുടെ വീട് പണി പൂർത്തീകരിക്കാനുള്ള സബീലുകളെ ഫത്ഹാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ പള്ളിക്ക് വേണ്ടി പലതും തന്നവർ, AC തന്നവര്, അതുപോലെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തവര്, ടൈൽസ് തന്നവര്, സിമെന്റ് തന്നവര്, കമ്പി തന്നവര്, അല്ലാഹുവേ മുനാരം തന്നവര്, പുറമെയുള്ള വർക്ക് എടുത്ത് നൽകുന്നവര്, ഗേറ്റ് തന്നവര്, പലരും പല മുറാദുകൾ വെച്ചിട്ടാണ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അതിലേക്ക് തരാൻ കരുതിയിട്ട് സാമ്പത്തികമില്ലാതെ പ്രയാസപ്പെട്ടവര്, അല്ലാഹുവർക്ക് നിയ്യത്തിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. എത്രയോ ഉമ്മമാര് ആഭരണങ്ങൾ തന്നവരുണ്ട്, പെൻഷന്റെ പൈസ വരെ തന്നവരുണ്ട്. റബ്ബന വാർദ്ധക്യ പെൻഷന്റെ പൈസ തന്നവര് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെ തീർക്കണേ അല്ലാഹ്. ഖബറിലേക്കും മഹ്ശറിലേക്കുമുള്ള വലിയൊരു അമലായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായി ഈമാൻ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഖബറും മഹ്ശറും മീസാനും ഒക്കെ സന്തോഷത്തിന്റെ ഇടങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാം ഫിർദൗസിന്റെ അഹ്ലുകാരിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസ്വീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസ്വീർ. ആമീൻ.